വടുവഞ്ചലാണ് ഞങ്ങള് എൻഎസ്എസിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസമായിരിക്കാണ്. ഫുൾ തണുപ്പാണ് ഗൈസ്, ഞങ്ങൾ പെട്ടുപോയി. ഈ തണുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫുൾ തണുപ്പത്ത് ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ് ഗൈസ്. തണുപ്പത്ത് ഒന്നുമല്ല, തണുപ്പിന് ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞാണ് ജീവിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു പോവുകയാണ്. മർബസേരിയസിന്റെ വിദ്യാർത്ഥി സമൂഹം ഇത് കണ്ട് എന്താക്കണം, അത് എന്തിനൊക്കെ പറയും, കയ്യിൽ പോയി. ആ മാർബസേരിയസിന്റെ പുതിയ NSS സമൂഹം ഞങ്ങളെ കണ്ട് ഞങ്ങൾ മാതൃകയാക്കി. ഈ തണുപ്പൊന്നും ഒരു തണുപ്പല്ല, തങ്ങളുടെ NSS ധർമ്മമാണ് വലുതെന്ന് മനസ്സിലാക്കി ഇനിയും പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് നമ്മളെ കോളേജിൽ എത്തിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. പിന്നെ നമ്മുടെ കൂടെ ഇവിടെ കുറച്ച് പേരുണ്ട്, അവരോട് നമുക്ക് ചേരാം. ഗൈസ്, എന്താണ് ഇവിടുത്തെ തണുപ്പിനെ പറ്റി പറയാനുള്ളത്? തണുപ്പാണ്. ഈ തണുപ്പൊക്കെ ഒരു തണുപ്പായിട്ട് തോന്നുന്നുണ്ടോ? എന്ത് തണുപ്പ്? അതെ, അടുത്ത ആയനെയാണ് നാച്ചുറൽ ആയനെയാണ് നമ്മൾ വരുന്നത്. അതിന വടുവഞ്ചാലിനെ കുറിച്ചും ഇവിടുത്തെ പ്രകൃതിയെ കുറിച്ചും പ്രകൃതി ഭംഗിയെ കുറിച്ചും തണുപ്പിനെ കുറിച്ചും എന്താണ് പറയുന്നത്? വടുവഞ്ചാൽ എന്ന് പറയുന്നത് നല്ലൊരു സിറ്റിയാണ്, എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. തണുപ്പ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇനി ഇംഗ്ലീഷിലുള്ള ഹീരയോട് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടു വാക്ക് വടുവഞ്ചാലിനെ കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഹീരോ ക്ഷണിക്കുന്നു. നല്ല സ്ഥലം, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, മൊത്തം തണുത്ത് വിറച്ചിരിക്കുന്ന എല്ലായിടത്തും നമ്മൾ എന്താണ് കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച്, ഈ വടുവഞ്ചാൽ എന്ന പ്രദേശത്തെ കുറിച്ച് ഓക്കെയാണോ? നിങ്ങളൊക്കെ ഹാപ്പിയാണോ? ഈ ഒരു NSS ക്യാമ്പിനെ കുറിച്ച് നിങ്ങൾ ഓക്കെയാണോ? ഉറക്കം, ഫുഡ് എല്ലാം ഓക്കെയാണോ? ഇന്നത്തെ ഫുഡ് കമ്മിറ്റി, ഇന്നത്തെ ആദ്യം സ്പെഷ്യൽ ഫുഡ് കമ്മിറ്റി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ന്യൂസ് പേപ്പറിൽ പ്രത്യേകം നമ്മള് ഓക്കെ, അത് മതി. താങ്ക്സ് ഗൈസ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വടുവഞ്ചാലിലെ താഴെ മുക്കിലെ എവിടെയാണ് ഗൈസ്. വടുവഞ്ചാലിനെ കുറിച്ച്, ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് നമ്മുടെ NSS ക്യാമ്പത്തിനെ കുറിച്ചൊക്കെ അറിയാനാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചും നമ്മുടെ വടുവഞ്ചാലിനെ കുറിച്ചും ക്യാമ്പിനെ കുറിച്ചും രണ്ടൊക്കെ സംസാരിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ക്ലൈമറ്റ് അടിപൊളിയാണ്. അത് പേരൊന്നും മനസ്സിലായിട്ടുള്ളൂ. എന്റെ പേര് മെർലിൻ. ഞാൻ അരുണിമ. ആഷിഫ്. ക്ലൈമറ്റ് കുഴപ്പമില്ല, നമ്മള് എക്സ്പെക്ട് ചെയ്ത അത്ര തണുപ്പൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്ത പിന്നെ കളിയാൻ പറ്റിയാണ് ഇതിനേക്കാൾ തണുപ്പാണോ തണുപ്പ്. വെള്ളം കഴിയുമ്പോൾ കയ്യിലൊക്കെ സൂചി കുത്തുന്ന വേദന. ഓക്കെ, ആ സൂചി കുത്തുന്ന ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നല്ലതാണ്. പിന്നെ ഇന്നലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ആദിത്യൻ, അതെ, അഫ്ലയുടെ ഉപ്പേരി നല്ലതാണ് ഇവിടെ. സൺസെറ്റ് അടിപൊളിയാ, സൺറൈസ് അടിപൊളിയാ. പക്ഷെ ഇതൊന്നും കാണാൻ ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല. അതായത് NSSന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കാണ് NSS വിദ്യാർത്ഥികളാണ് നമ്മൾ കൂടെ അറിയാൻ പറ്റുന്നത്. അടുത്ത രണ്ട് വാക്ക് സംസാരിക്കാൻ ഡിയോൺ നമ്മൾ ക്ഷണിക്കുന്നു. ഡിയോൺ, എന്താണ് പറയാനുള്ളത്? വളരെ നല്ല ക്യാമ്പായിരുന്നു. ഇത് രണ്ടാം ദിവസമല്ലേ? രണ്ടാമത്തെ ദിവസമാണെങ്കിൽ കൂടെ ഇത് മൂന്നാമത്തെ ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതെ, മൂന്നാമത്തെ ദിവസമായിട്ടാണ് തോന്നുന്നത്. രണ്ടാം ദിവസം, നാളെ 4-ാം ദിവസമാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഫുഡ് കമ്മിറ്റി പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഡിസിപ്ലിൻ ആണ്. പിന്നെ ഗായ്സ്, ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത, ഇന്ന് ഹാപ്പി ക്രിസ്മസ് ആണ്. ഈ ഹാപ്പി ക്രിസ്മസിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നത്. നമ്മുടെ യോഗാധ്യാപകനും കോളേജിലെ ജിംനാസ്റ്റുമായ അശ്വിനോട് സംസാരിക്കുന്ന ക്രിസ്മസിനെ കുറിച്ചും ഈ വടുവഞ്ചാൽ എന്ന പ്രദേശത്തെ കുറിച്ചും പിന്നെ നമ്മുടെ മൊത്തത്തിൽ NSS ക്യാമ്പിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ. ക്രിസ്മസ് ദിനത്തിൽ 50 ബിഷപ്പ് എല്ലാവരെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അതാണോ ഇന്നത്തെ ഇതോടെ വിഷയം? ഇനി ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും ന്യൂ ഇയർ ഇതുണ്ടോ? ന്യൂ ഇയറിന് 100 ബിഷപ്പ്, അതായത് പുതിയതായിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ, ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ന്യൂ ഇയർ ദിനം തൊട്ട് എല്ലാവരും യോഗയും ജിമ്മും അതിന്റെ കൂടെ കളറിയും കൂടെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൂടെ ചെയ്യുന്നതും ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ എന്ത് ചെയ്യുന്നു, ഉണർവും പ്രശംസയും തരുന്ന വാക്കുകളായിരുന്നു അശ്വിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യാൻ പോകുന്നു ഗായ്സ്. അടുത്തത് നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിട്ട് അവിടെ പോയി സംസാരിക്കാം. ബൈ ഗായ്സ്. യെസ്, ഇന്ന് ഹാപ്പി ക്രിസ്മസ് ആയിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ഭാവിയിൽ അച്ഛനാൻ പോകുന്ന ജിൽസൺ എന്താണ് രണ്ടു വാക്ക് സംസാരിക്കും? ഹാപ്പി ക്രിസ്മസ്. രണ്ടായല്ലോ, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന് സന്തോഷം, നല്ല സന്തോഷം കൊടുക്കും. അസ്സലാമു അലൈക്കും. മനസ്സന്നാവട്ടെ. അതെ, മനസ്സന്നാവട്ടെ. മനസ്സാവട്ടെ.
നമ്മുടെ NS ലീഡർ ആശ്വദിക്ക് എന്താണ് എല്ലാവർക്കും ഈ ഒരു ദിനത്തിൽ എന്റെ ഹൃദയപൂർവ്വമായ ക്രിസ്മസ് ആശംസകൾ. അതെ, അടുത്ത സ്ഥലത്തേക്ക് എത്തണം. ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്മസ് ആണ്. അതുപോലെ നമ്മൾ NSS ക്യാമ്പിന്റെ 3ാമത്തെ ദിവസമാണ്. പിന്നെ ഇന്ന് പറഞ്ഞാൽ മൊത്തം വിഷ്വൽ ബ്യൂട്ടി ആഘോഷിച്ച് നടക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മൊത്തം വിഷ്വൽ ബ്യൂട്ടിയാണ്. അതുപോലെ രാവിലെ വന്നപ്പോൾ നമുക്ക് രണ്ടുപേര് കളിക്കുന്നത് കാണുന്നുണ്ട്, രണ്ടുപേരും ഓടാൻ വരുന്നുണ്ട്. മൊത്തം പോസിറ്റീവ് എനർജിയാണ് നമുക്കിന്ന് ഇവിടെ കിട്ടുന്നത്. ഈ ദിവസത്തിൽ ഇങ്ങനെയുള്ളൊരു ഇത്രയും കിഡിലൻ ദിവസമായ ക്രിസ്മസ് ആയാലും മോർണിംഗിൽ ഈ പോസിറ്റീവ് വൈബാനും ഇത്രയും കിഡിലൊരു ദിവസം കിട്ടി നമ്മളിത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് അടുത്തുള്ളവർ കാണാം. അപ്പോൾ ബൈ ഗായ്സ്, ദിസ് ഈസ് സൈനിങ് ഓഫ് ആദി.